ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇതുപോലത്തെ ഫ്രില്ല് വെച്ചിട്ടുള്ള സ്കേർട്ടാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. വളരെ എളുപ്പത്തിൽ മെഷർമെൻറ്റും കാര്യങ്ങളൊന്നുമില്ല, ഇക്വേഷനും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് ഫ്രില്ല് കുറവാണ്, ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്, ചെറിയൊരു ബാലൻസ് തുണി കൊണ്ടും ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് ഞാൻ ചെയ്തതാണ്, അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവർ അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ലെങ്ത്ത് വരുന്നത് 26 ഇഞ്ചാണ് കേട്ടോ അവളെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ആ 26 ഇഞ്ചിന് 1.5 ഇഞ്ച് നമ്മൾ ബാൻഡിന് വേണ്ടി കുറക്കണം. അപ്പോൾ 1.5 ഇഞ്ച് കുറച്ചിട്ട് എന്ന് വെച്ചാൽ താഴ്വശം നമ്മൾ മടക്കി അടിക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ട് താഴ്വശത്ത് നമ്മൾ പീസ് വേണ്ട, മുകൾ വശത്ത് മാത്രമേ നമുക്കൊരു 1/2 ഇഞ്ച് വേണ്ടു ജോയിൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ 1.5 ഇഞ്ച് കുറച്ചിട്ട് അതിൻ്റെ ഒന്നിച്ച് ഒരു 1/2 ഇഞ്ച് കൂട്ടുക. അപ്പോൾ ഏകദേശം എനിക്ക് 25.5 ഇഞ്ചാണ് കേട്ടോ കിട്ടിയത്. 26 1.5 ഇഞ്ച് കുറക്കുന്ന സമയത്ത് 25 വെച്ച് 1/2 ഇഞ്ച് കൂട്ടിയ സമയത്ത് 25. അപ്പോൾ 25.5 ഇഞ്ച് ഞാൻ ഇതുപോലെ വെച്ചിട്ട് ചോക്ക് കൊണ്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം 2 മീറ്റർ തികച്ചില്ലാന്ന് തോന്നുന്നു ഈ ഒരു മെറ്റീരിയൽ. അത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിന് ബാലൻസ് വന്നതിലും ഞാൻ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. താഴ്വശം മടക്കി അടിക്കേണ്ടാത്തതുകൊണ്ടാണ് കേട്ടോ 1/2 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പ് കൂട്ടിയത്. അതുപോലെ താഴ്വശം മടക്കി അടിക്കേണ്ടവരാണ് കയ്യനുസരിച്ച് തയ്യൽ തുമ്പ് എടുക്കണം കേട്ടോ. എനിക്ക് അപ്പോൾ താഴ്വശം ഞാൻ അത് കരവശം വരുന്നതുകൊണ്ട് ഞാൻ മടക്കി അടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തെടുത്തു. അതിന് ശേഷം നമുക്കിത് ബാൻഡ് നോക്കാം. സ്കേർട്ട് റൗണ്ട് വരുന്നത് 20.5 ഇഞ്ചാണ് കേട്ടോ. അതായത് അരവണ്ണം വരുന്നത്, മോളുടെ അരവണ്ണം വരുന്നത് 20.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 20.5 ഇഞ്ചിൻ്റെ വെച്ച് ഞാൻ 1.5 ഇഞ്ചും കൂടി കൂട്ടി കൊടുത്തിട്ട് ഒരു 22 ഇഞ്ചിൽ എടുക്കുന്നുണ്ട്. നമ്മുടെ ബാൻഡ് ഒരു 1.5 ഇഞ്ച് അധികം കൊടുക്കുന്നുണ്ട്. അപ്പോൾ 22 ഇതുപോലെ ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ ഏകദേശം 11 ഇഞ്ചാണ് വരുന്നത്. ഞാൻ ഇപ്പോൾ മെറ്റീരിയൽ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പകുതി കാണിക്കുന്നത്. 11 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഒരു ഇഞ്ചും കൂടി 12 ഇഞ്ചിന് മാർക്ക് ചെയ്ത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 24 ഇഞ്ചിൽ എടുക്കുക. കാരണം 2 സൈഡിലേക്കും ഓരോ ഇഞ്ച് തയ്യൽ തുമ്പ് വേണം കേട്ടോ. ഇനി നമ്മുടെ ബാൻഡ് വെച്ചാൽ 1.5 ഇഞ്ചിൽ എടുക്കുന്നത്. അപ്പോൾ 1.5 ഡബിൾ പറയുമ്പോൾ 3 ഇഞ്ച് വീതി. അപ്പോൾ അതിൻ്റെ വെച്ച് 1/2 ഇഞ്ച് ഒരു സൈഡിലും 1/2 ഇഞ്ച് ഒരു സൈഡിലും തയ്യൽ തുമ്പ് എടുക്കുന്നത്. അപ്പോൾ 4 ഇഞ്ച്. അപ്പോൾ 4 ഇഞ്ച് വീതിക്കും 12 മടക്കി വെച്ചിട്ടുള്ളതാണ് പറയുന്നത്. 24 വരുന്നത്. അപ്പോൾ 24 ഇഞ്ച് നീളത്തിലും 4 ഇഞ്ച് വീതിക്കുള്ള ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതേപോലെ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ട് രണ്ടും ആദ്യം ഒരുമിച്ച് വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് എത്രയാണ് കറക്റ്റ് നമ്മുടെ അരവണ്ണം വരുന്നത്, ആ അരവണ്ണത്തിന് നമുക്ക് ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കണം. ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുന്നത് 1.5 ഇഞ്ച് വീതിക്കാണ്. നമ്മൾ അരവണ്ണം 22 നമ്മൾ 20 ആദ്യം വന്നത്. ഞാൻ ഒരു 1.5 ഇഞ്ച് അധികം കൂട്ടിയിട്ടാണ് 2 കുടുക്ക് അപ്പുറത്തേക്ക് ഇടുന്ന രീതിക്കാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 22 നമ്മുടെ ക്യാൻവാസ് വരുന്നത്. കറക്റ്റ് ഇപ്പോൾ 20 അരവണ്ണമെങ്കിൽ 20 തന്നെ എടുക്കുന്നെങ്കിൽ അങ്ങനെ എടുക്കാൻ. എനിക്ക് എന്താ വെച്ചാൽ കുട്ടി വലുതാവുമല്ലേ ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് തടി വെച്ചെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് 2 കുടുക്ക് അപ്പുറത്തേക്ക് ഇടുന്ന രീതിക്കാണ്. അതുകൊണ്ട് ഒരു 1.5 ഇഞ്ച് ഞാൻ എക്സ്ട്രാ കൂട്ടി കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മുടെ ലൈനിങ്ങും അതുപോലെ നമ്മുടെ മെയിൻ ക്ലോത്ത് ഒന്നിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയെടുക്കുക. 2 സൈഡ് ഇതുപോലെ ചെയ്യണത് കവർ ചെയ്ത് അടിക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് വേണം ചെയ്തെടുക്കുക. അപ്പോൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. കാരണം 2 മീറ്റർ മെയിൻ തുണിയാണെങ്കിലും ലൈനിങ് നമുക്കൊരു 1.5 മീറ്റർ ആവശ്യമുള്ളൂ. അപ്പോൾ കുറച്ച് ഡിഫറൻസ് ഉണ്ടാകും, പ്രശ്നമില്ല. 2 സൈഡ് നമുക്ക് വെച്ചിട്ട് അടിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അത് ഒന്ന് വലുതൊന്ന് ചെറുതുപോലെ ഉണ്ടാവും, അതായത് ലൈനിങ്ങും മെയിൻ ക്ലോത്തും, അത് പ്രശ്നമില്ല കേട്ടോ. ഇനി നമുക്കിത് ക്യാൻവാസ് ഇതുപോലെ രണ്ടായിട്ട് ഇതുപോലെ മടക്കി കൊടുക്കാം. നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം ബാൻഡ് രണ്ടായിട്ട് മടക്കി കൊടുക്കാം. എന്നിട്ട് ആ ക്യാൻവാസ് എവിടെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ക്യാൻവാസ് സ്റ്റാർട്ട് ചെയ്യുന്നിട്ട് ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള പുറത്തേക്ക് കുറച്ച് തുണി ബാക്കിയുണ്ടല്ലോ, ഒരു ഇഞ്ചോളം 2 സൈഡിലും 1 ഇഞ്ചോളം ബാക്കിയുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഉള്ളിലോട്ട് കവർ ചെയ്ത് പോകാനുള്ളതാണ്. അപ്പോൾ കറക്റ്റ് ക്യാൻവാസ് തുടങ്ങുന്നിടത്ത് ഇതുപോലെ ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു മടക്ക് വരുന്ന വശം രണ്ടായിട്ട് മടക്കി പിന്നെ വീണ്ടും രണ്ടായിട്ട് മടക്കുക, അങ്ങനെ മടക്കുന്നില്ല, അതാണ് സംഭവം. വീണ്ടും ഇതുപോലെ ആ നോച്ചിലേക്ക് വേണം. ക്യാൻവാസ് ആ നോച്ചിൻ്റെ അടുത്താണല്ലോ ക്യാൻവാസ് വരുന്നത്, അവിടം വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് അവിടെ ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കുക. അതുപോലെ ഈ ഒരു സൈഡിലും ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കുക. കുറച്ച് നോച്ച് നമുക്ക് കിട്ടും. അതെന്തിനാണെന്ന് വെച്ചാൽ കറക്റ്റ് ഫ്രില്ലിടേണ്ടത് ഗ്യാപ്പിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലർ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ പറയും. വെച്ചാൽ പിന്നെ 2 ഇഞ്ച് ഫ്രില്ലാണെങ്കിൽ 2 ഇഞ്ച് പുറത്ത് 4 ഇഞ്ച് ഉള്ളിലേക്ക്, അങ്ങനെ കണക്കും കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ ചെയ്യാറ് ഇതുപോലെയാണ്. എനിക്ക് ഇതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് താഴത്തേക്കുള്ള നമ്മുടെ ലൈനിങ് പീസും അതുപോലെ മെയിൻ ക്ലോത്ത് നമുക്ക് ഇതുപോലെ നോച്ചിട്ട് എടുക്കണം. അപ്പം ചിലവർ 2 മീറ്റർ ലൈനിങ് 2 മീറ്റർ തുണി തന്നെ എടുക്കുന്നവരുണ്ട്. 2 മീറ്റർ തുണിക്കും 2 മീറ്റർ ലൈനിങ് അല്ലെങ്കിൽ 3 മീറ്റർ തുണിക്കും 3 മീറ്റർ ലൈനിങ് തന്നെ എടുക്കുന്നവരുണ്ട്. അങ്ങനെ എടുക്കുന്നതിന് നമുക്ക് ഒരുമിച്ച് വെച്ചിട്ട് ടച്ച് ആക്കിയിട്ട് നമുക്ക് നോച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ വേറെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് വേറെ എടുക്കണം. കാരണം ലൈനിങ് കുറവാണല്ലോ. അപ്പോൾ അത് ലൈനിങ് ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് രണ്ടായിട്ട് ഇതുപോലെ മടക്കി അതിനുശേഷം ആ ഒരു സെൻറ്റർ ഇതുപോലെ കൊണ്ട് 4ആയിട്ട് ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് ചെറിയ കട്ടിട്ട് കൊടുക്കുക. ഓപ്പൺ
വരുന്നിടത്ത് വേണ്ട, നമുക്കത് മനസ്സിലാകുമല്ലോ. പിന്നെ ഇത് ഈ ഒരു ക്ലോസ് വരുന്നിടത്തും അതുപോലെ ആ ഒരു സൈഡ് ഇത് ക്ലോസ് വരുന്നില്ലേ, അവിടെ നമുക്ക് ചെറിയൊരു നോച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മുടെ മെയിൻ ടിഷ്യൂ ഇല്ലേ, ഫാബ്രിക് ചെയ്ത് ടിഷ്യൂ ഇതുപോലെ 2ആയിട്ട് പിടിച്ചിട്ട് 4ആയിട്ട് ഇതുപോലെ മടക്കി കൊടുത്തിട്ടും ചെറിയ കട്ടിട്ട് കൊടുക്കാം കേട്ടോ. ആ കട്ട് വെച്ചിട്ടാണ് നമ്മൾ ഫ്രില്ലിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ടിട്ട് എടുക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമുക്കത് കട്ടിട്ടെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ബാൻഡ് എടുക്കട്ടെ. ബാൻഡ് എടുത്തിട്ട് ആ ബാൻഡിൻ്റെ മുകളിൽ ഇതുപോലെ ആ കട്ട് ഫസ്റ്റത്തെ ക്യാൻവാസ് വിട്ടിട്ടുള്ള കട്ടില്ല, ആ കട്ട് വരുന്നത് ക്യാൻവാസിൻ്റെ അടുത്ത് വരുന്ന കട്ടില്ല, ആ കട്ടിൻ്റെ അടുത്ത് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. നമ്മൾ ആദ്യം അടിക്കുന്ന ലൈനിങ് എന്നിട്ട് ഇതാ നമ്മുടെ മെയിൻ ക്ലോത്ത് ഇതുപോലെ മാറ്റിയിട്ട് ആ ലൈനിങ്ങിൻ്റെ മീത്തലേ നമുക്ക് ഫ്രില്ല് ഇട്ട് സ്റ്റിച്ച് എടുക്കുക. ഫസ്റ്റ് കട്ട് എത്തുമ്പോഴത്തേക്ക് നമ്മുടെ ലൈനിങ് പീസിലെ ഫസ്റ്റ് കട്ട് അതാണ് കണക്ക് വരുന്നത്. ഫസ്റ്റ് കട്ട് ടു ഫസ്റ്റ് കട്ട്. സെക്കൻഡ് കട്ടാകുമ്പോഴത്തേക്ക് നമ്മുടെ ലൈനിങ് പീസിൽ സെക്കൻഡ് കട്ട്. അങ്ങനെ ചെറിയ ഫ്രില്ലിട്ട് എടുക്കാം. നമുക്ക് ലൈനിങ് വശം നല്ല നീറ്റായിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല, നമുക്കിങ്ങനെ ഇട്ടിട്ട് പോവാം. കട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തന്നൊന്നുമില്ല കേട്ടോ. മെയിൻ ക്ലോത്താണ് നമുക്ക് നല്ല വൃത്തിക്ക് ഫ്രില്ലിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ ഞാനിതാ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഫാബ്രിക് ഇതുപോലെ ഫ്രില്ലിട്ട് എടുക്കട്ടെ. അപ്പോൾ അത് ഫ്രില്ലെടുത്തതിന് മുമ്പ് ചെറിയൊരു ഇക്വേഷനല്ല, നമുക്ക് ചെറിയൊരു ഇതുണ്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മളിപ്പോൾ കട്ട് അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടാകും, നമുക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ കട്ട് വരുന്നത് ചെറുതായിട്ട് ചോക്കൊണ്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അടിവശത്ത് ഇത് പോയില്ല, എവിടെയാണ് കട്ട് വരുന്നത് അറിയില്ലല്ലോ. അപ്പോൾ ഇതുപോലെ മൊത്തത്തിലൊന്ന് കട്ടിൻ്റെ ജസ്റ്റ് ചോക്കൊണ്ട് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ടാപ്പ തുടങ്ങുന്നെടുക്കുന്ന വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു കട്ട് വരില്ല, അവിടത്തേക്ക് എത്രയാണെന്ന് ലെങ്ത്തിൽ നോക്കാം. എനിക്ക് ഏകദേശം ഒരു 5 ഇഞ്ചോളം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ആയിരിക്കും എല്ലായിടത്തും വരുന്നത്. രണ്ടാമത്തെ ഇത് നോക്കാം, അവിടെ ജസ്റ്റ് ആ ഒരു കട്ട് വന്നിടത്ത് വെച്ച് കൊടുക്കുക. അടുത്ത മാർക്കിങ്ങിൻ്റെ അടുത്തേക്ക് നോക്കുക, 5 ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ എല്ലാം അത് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയില്ല, 5 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാം 5 ഇഞ്ചായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് 5 ഇഞ്ചിന് നമുക്ക് എത്ര വീതിക്കുള്ള ഫ്രില്ല് എടുക്കണം നോക്കാം. നമുക്ക് 1.5 എടുക്കുന്നവരുണ്ട്, 1 എടുക്കുന്നവരുണ്ട്, 2 എടുക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 1.5 ഇഞ്ച് വീതിക്കുള്ള ഫ്രില്ല് എടുക്കാം. അപ്പോൾ 1.5 ഇഞ്ച് എടുക്കുമ്പോൾ നമുക്കിത് 1.5 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഫ്രില്ലിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ അരവണ്ണ ഇപ്പോൾ ഇത് ചെറിയ കുട്ടിക്കായതുകൊണ്ടാണ് ഇത്രയും 5 ഇഞ്ച് കിട്ടിയത്. ചിലപ്പോൾ വലിയവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ കട്ടിടുന്ന സമയത്ത് 5 ഇഞ്ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ചേഞ്ച് ആവാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വേണം ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 5 ഇഞ്ച് 1.5 ഇഞ്ച് എടുക്കുമ്പോൾ 1.5, 1.5, 3 പിന്നെ ഒരു 1.5, 4 ചെറിയൊരു 1/2 ഇഞ്ചിൻ്റെ വ്യത്യാസം മാത്രമേ അവിടെ ഉണ്ടാവും. നമുക്കത് സ്റ്റിച്ച് ചെയ്ത സമയത്ത് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം 1.5 എടുത്തെടുക്കുന്ന ഇതുപോലെ മെറ്റീരിയൽ ഇതുപോലെ ഉള്ളിലേക്ക് ഇതുപോലെ ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ പകുതി വരെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ തൊട്ട് ബാക്കിൽ ആദ്യം ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് മെറ്റീരിയൽ ഇതുപോലെ ഉള്ളിലോട്ടേ കൊടുക്കാം. പക്ഷേ ആ ഉള്ളിലോട്ടേ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റത്തെ കട്ടും നമ്മുടെ മെറ്റീരിയലിൻ്റെ ഫസ്റ്റത്തെ കട്ടും ഏകദേശം ഒരു കണക്ക് വരണം. അതായത് നല്ലോണം തുണി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഉള്ളിലോട്ടേ കൊടുക്കാം, ഒരുപാട് തുണി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ഉള്ളിലോട്ടേ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ആ ഉള്ളിലോട്ടേ കൊടുക്കുന്ന നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം പുറത്ത് 1.5 ഇഞ്ച് തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് അതേ അളവിൽ തന്നെ വരും. ആ ഉള്ളിലോട്ടേ കൊടുക്കുന്ന ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു കട്ടിൻ്റെ അടുത്തേക്ക് അടുത്ത കട്ട് എത്തുന്ന സമയത്ത് നമുക്ക് കറക്റ്റാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ചധികം മെറ്റീരിയൽ ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ നമുക്കത് ആ പോയിന്റ് തുടങ്ങുന്നെടുക്കുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് വീതിക്കൽ നമുക്ക് മടക്കി കൊടുക്കാൻ പറ്റും. അതിൻ്റെ ഉള്ളിലോട്ടേക്ക് നല്ലോണം മെറ്റീരിയൽ ഉന്തി കൊടുക്കാൻ പറ്റില്ല. സ്റ്റാർട്ടിങ് വരുന്നെടുക്കുന്നത് നമ്മുടെ ഫസ്റ്റ് കട്ട് വരുമ്പോൾ ചിലപ്പോൾ അധികം കുറച്ച് മെറ്റീരിയൽ ഉണ്ടാവും, അത് പ്രശ്നമില്ല. നമുക്ക് ആ രണ്ടാമത്തെ കട്ട് വരുന്ന സമയത്ത് അത് ഉള്ളിലോട്ടേക്ക് കൊടുത്ത് ശരിയാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാൻ ഫുള്ളായിട്ട് ഇതുപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1.5 ഇഞ്ച് ബാക്കിയില്ല. അതാ ഫസ്റ്റത്തെ കട്ടിലൊരു 1/2 ഇഞ്ച് ബാക്കിയുണ്ടാവും, രണ്ടാമത്തെ കട്ടിലൊരു 1/2 ഇഞ്ച് ബാക്കിയുണ്ടാവും, മൂന്നാമത്തെ കട്ടിലൊരു 1/2 ഇഞ്ച് ബാക്കിയുണ്ടാവും. ഏകദേശം 3 കട്ടാണെന്ന് വരുന്നത്. അപ്പോൾ അത് കൂടുമ്പോൾ ഒരു 1.5 വന്നില്ലേ, അത് നമുക്ക് ലാസ്റ്റ് നമുക്ക് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് കൊടുക്കാനുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലെങ്കിൽ അങ്ങനെ വേണമെന്നില്ല. ഫസ്റ്റ് കട്ട് നമ്മൾ ലൈനിങ് ചെയ്തില്ല, അതുപോലെ ഇങ്ങനെ കട്ട് വരുന്ന രീതിക്ക് നമുക്ക് ഏകദേശം ഇങ്ങനെ മടക്കി കൊടുത്താലും പ്രശ്നമില്ല. ഇതാകുമ്പോൾ 1.5 കൊടുക്കുന്നുണ്ടും കറക്റ്റ് 1.5 എല്ലാം കിട്ടും. ഇപ്പോൾ നമുക്കൊരു 6 ഇഞ്ച് വരുന്നുണ്ടെന്ന് വിചാരിക്കാം. 6 ഇഞ്ച് വരുന്ന ഇതുപോലെ ഒരു കട്ടിന്ന് ഒരു കട്ടിലേക്ക് ഒരു 6 ഇഞ്ച് വരുന്നതാണെങ്കിൽ നമുക്ക് 2 ഇഞ്ച് വീതിക്ക് കൊടുക്കാം. അപ്പോൾ 2, 4, 6 അതായത് ഒരു സെക്ഷനിൽ നമുക്ക് 3 ഫ്രില്ല് കിട്ടും. 2 ഇഞ്ച് എല്ലാം 2 ഇഞ്ച് വീതിക്ക് തന്നെ കിട്ടി. അപ്പോൾ ആ ഒരു എത്ര ലെങ്ത്ത് നോക്കിയിട്ട് ആ ലെങ്ത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനനുസരിച്ച് വേണം നമ്മൾ ഫ്രില്ലിടുന്ന് നോക്കാൻ. അല്ലെങ്കിൽ 6 ഇഞ്ച് വരുമ്പോൾ നമുക്ക് 1.5 എടുക്കുന്നെങ്കിൽ 1.5 എടുക്കുക. അതായത് ആദ്യം 1.5 എടുക്കുക, 1.5 + 1.5 3 ഇഞ്ച്, പിന്നെ ആദ്യം 1.5 എടുക്കുക 4.5, പിന്നെ ആദ്യം 1.5 എടുക്കുമ്പോൾ 6 ഇഞ്ച് അങ്ങനെ കിട്ടുന്നില്ലേ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കുക, 2 വേണമെങ്കിൽ 2 ഇഞ്ച് എടുക്കാം. അങ്ങനെ എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ നമുക്കൊന്ന് ഫ്രില്ലിട്ട് എടുത്തിട്ട് വരാം. ലാസ്റ്റ് ഭാഗം ആ ഒരു സൈഡ് എത്തുമ്പോൾ ആ ഒരു സൈഡ് ഇതുപോലെ ഒന്നിങ്ങനെ മടക്കി കൊടുക്കണം കേട്ടോ. ഉള്ളിലോട്ട് കുറച്ച് മടക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ഫ്രില്ലിട്ട് എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു കേട്ടോ.
അതിനുശേഷം നമുക്ക് ബാൻഡ് സ്റ്റിച്ച് ചെയ്ത് ഇത് ക്യാൻവാസിൽ വിട്ടെടുത്ത് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ നടുക്കി ഇതുപോലെ ഇങ്ങനെ കറക്റ്റാക്കി മടക്കി കൊടുക്കാം. പിന്നെ താഴ്വശം നമ്മൾ അടിച്ചുകൊണ്ട് നമുക്ക് അത്ര സീനില്ല. ഇത് വെച്ചിട്ട് നമുക്ക് ഇതിലേ കൂടി സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ക്യാൻവാസ് വെച്ച് അടിക്കുന്നതിന് കുറച്ചും കൂടി ഒരു ഫിനിഷിങ് കേട്ടോ. ഞാൻ ഇപ്പോഴാണ് ക്യാൻവാസ് വെച്ച് അടിക്കാൻ തുടങ്ങിയത്. മുന്നേ ഞാൻ ക്യാൻവാസ് വെക്കലില്ല. അപ്പോൾ ക്ലാസ്സിൽ പോയ സമയത്ത് അവിടുന്ന് മിസ്സ് പറഞ്ഞിട്ട് അതിന് ശേഷമാണ് ക്യാൻവാസ് വെക്കുന്നത്. ഇപ്പോൾ നല്ല കട്ടിയുണ്ട് ആ ബാൻഡ്. കുട്ടികൾക്ക് ഇട്ടാലൊരു കംഫർട്ടായിരിക്കും. പക്ഷെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് കസ്റ്റമർ കൊടുക്കുമ്പോൾ നല്ലൊരു ഫിനിഷിങ് ഉണ്ട് ഇതുപോലെ ക്യാൻവാസ് വെച്ച് ചെയ്യുന്ന സമയത്ത്. പിന്നെ മെറ്റീരിയൽ ശ്രദ്ധിക്കണം. അതായത് ക്യാൻവാസ് ടിഷ്യൂല് വേഗം ഉരുക്കി പിടിക്കുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ക്യാൻവാസ് വെച്ച് അയൺ ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നമുക്ക് ബാൻഡ് അടിച്ചിട്ടും അതിൻ്റെ മുകളിലേ കൂടി ഞാനൊരു സ്റ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് സൈഡിലേക്ക് നമുക്ക് ആ ഒരു നമ്മുടെ കുടുക്ക് വെക്കുന്നതിൻ്റെ ആ ഒരു ഹോൾസ് കണക്ക് ഉണ്ടാക്കലില്ലേ, അതും കൂടി നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അതിന് എൻഡ് വരുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ മീത്തിൽ സ്റ്റിച്ച് വേണം നിർബന്ധമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിർബന്ധമില്ല, വേണമെന്നവർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് മുകളിലേക്ക് കൂടി ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുടുക്കിൻ്റെ കണ്ണി വെക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു പീസ് എടുക്കാം. മെറ്റീരിയൽ ഒരു ഇപ്പോൾ നമുക്ക് 3 ഇഞ്ച് 1.5 ഇഞ്ചല്ല നമ്മുടെ ബാൻഡ് വരുന്നത്, ഒരു 2.5 ഇഞ്ചിൽ കട്ടാക്കിയിട്ട് നടുക്കെ മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം. പിന്നെ ആ സ്റ്റിച്ച് വരുന്നതൊക്കെ ഉള്ളിലോട്ടേക്ക് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ആ സ്റ്റിച്ച് അടിവശത്ത് വരണോട്ടോ. കാണാൻ പാടില്ല, സ്റ്റിച്ച് ഇങ്ങനെ കറക്റ്റ് ആ സ്റ്റിച്ച് ചെയ്തില്ലേ അത് അടിവശത്ത് വരുന്ന രീതിക്ക് വേണം വെച്ച് കൊടുക്കാം. എനിക്ക് ഇതുപോലെ ഇങ്ങനെ ലോക്ക് ഇട്ടിട്ടും നമുക്കിതുപോലെ നമ്മുടെ കുടുക്കിൻ്റെ ആ ഒരു ഇതില്ലേ അത് ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ കുടുക്കിനെ വെച്ച് കിട്ടുന്ന ഒരു സിൽവർ കളർ സാധനമില്ലേ, അത് നമുക്ക് തുന്നിക്കൊടുത്താലും മതി. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി എളുപ്പം ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അതിനുശേഷം സൈഡും കൂടി ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. സൈഡിൽ നമുക്ക് ഒരു ഇവിടെ താഴത്തേക്ക് ഒരു 3 ഇഞ്ചൊക്കെ എടുത്താൽ മതി. ഞാൻ പിന്നെ കുഞ്ഞിക്കായതുകൊണ്ട് അങ്ങനെ മെഷർമെൻറ്റ് നോക്കിയിട്ടില്ല കേട്ടോ. കുറച്ച് വിട്ടിട്ട് താഴത്തേക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ സ്കേർട്ട് വരുന്നത്. കുറച്ചും കൂടി ഫ്ലെയർ ഉണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാട്ടിയിട്ട്. ഇപ്പോൾ എനിക്കിപ്പോൾ ചെറിയൊരു ബാലൻസ് തുണിയോണ്ട് ഞാൻ ചെയ്തതുകൊണ്ട് എനിക്ക് അത്രേ ഫ്ലെയർ കിട്ടുന്നുള്ളൂ. മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ അയൺ ചെയ്തിട്ടില്ല, അപ്പോൾ കറക്റ്റായിട്ട് ആ ഫ്രില്ല് നിന്നോളൂ കേട്ടോ.